ബിജെപിയുടെ പ്രതിനിധിയാണ് ചോദിക്കാനുള്ളത്. ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ ഓരോ തൊഴിലവസരങ്ങൾ, യുവാക്കൾക്ക് തരാമെന്ന് പറഞ്ഞ തൊഴിലവസരങ്ങൾ എവിടെ പോയി? ഞങ്ങൾക്ക് ഇനിയെങ്കിലും തരുമോ അത്? കേന്ദ്ര സർവീസുകളിൽ 10 ലക്ഷം പേർക്ക് നിയമനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള റോസ്ഗാർ മേളയ്ക്ക് തുടക്കമായി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. 10 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്നതിനുള്ള കേന്ദ്ര പദ്ധതി റോസ്ഗാർ മേളയുടെ 3ാം ഘട്ടം പങ്കാളിയായി കേരളവും. തിരുവനന്തപുരത്ത് നടന്ന മേളയിൽ കേന്ദ്ര തൊഴിൽ സഹമന്ത്രി രാമേശ്വർ തേലി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്ത് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടക്കമിട്ട പദ്ധതിയാണ് റോസ്ഗാർ മേള. രാജ്യത്തെ യുവാക്കളുടെ ശാക്തീകരണവും ദേശീയ വികസനവും മുന്നിൽ കണ്ടുകൊണ്ട് തുടങ്ങിവെച്ച പദ്ധതിയിലൂടെ 10 ലക്ഷം പേർക്ക് ജോലി നൽകുമെന്ന ലക്ഷ്യമാണ് യാഥാർത്ഥ്യമാവുന്നത്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച റോസ്ഗാർ മേളയുടെ ഭാഗമായി ഇന്ന് 71,000 യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവ് കൈമാറി. ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കേന്ദ്ര ധന കോർപ്പറേറ്റ് കാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി മേള ഉദ്ഘാടനം ചെയ്തു. പുതുതായി നിയമിതരായ 130 പേർക്ക് നിയമന കത്തുകൾ കൈമാറി. ഞാൻ ദേവപ്രിയ. ഞാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ PO ആയിട്ടാണ് ജോയിൻ ചെയ്യാൻ പോണത്. ഇങ്ങനെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് എന്റെ ആദ്യത്തെ ജോലിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഡോക്ടർ ധർമ്മരാജ്, ഇതെന്റെ ഭാര്യ ഡോക്ടർ അളക ധർമ്മരാജ്. ഞങ്ങൾ രണ്ടുപേരും സെൻട്രൽ പോലീസ് ഫോഴ്സിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് മെഡിക്കൽ ഓഫീസർമാരായി സെലക്ടഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി നമുക്കിവിടെ പോസ്റ്റിംഗ് ഓർഡർ വാങ്ങാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിന് നമ്മുടെ പ്രിയങ്കനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, ഒഫീഷ്യൽ ഡിഗ്നിറ്ററീസ് എല്ലാവർക്കും എന്റെ നന്ദി അറിയിക്കും. ഞാൻ സെലക്ട് ആയിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് PA ആയിട്ടാണ് സെലക്ട് ആയിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തന്നതിൽ ഇങ്ങനൊരു സെറമണി കണ്ടക്ട് ചെയ്തുകൊണ്ടും ഒരുപാട് അഭിമാനവും അതിനപ്പുറത്ത് ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ഒരു നോർമൽ കാൻഡിഡേറ്റ് ആയിട്ട് ജോലിക്ക് കയറുന്നതിനപ്പുറത്ത് എന്തൊക്കെയോ കിട്ടിയ പോലെ സന്തോഷം കിട്ടുന്നുണ്ട്.